ക്ഷീരസമീരേ യമുന. നമ്മൾക്കൊരു ഹണിമൂണിന് പോണം. ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ല നമ്മള്. അരെ ചോട്ടാ ബച്ചാ ജാൻ കെ നാ കോയി ആങ്ക് ദിഖാനാ റേ. നന്നായി പാടുന്നുണ്ട്. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നല്ലേ പറഞ്ഞത്. എല്ലാ ദിവസവും ബിരിയാണി എന്നെ കൊണ്ട് പറ്റില്ല. വാട്ട്സ് നെക്സ്റ്റ്? ജസ്റ്റ് ഹാവ് എ പീസ്ഫുൾ ലൈഫ്. എന്റെ അച്ഛനൊക്കെ പറയുന്ന പഴയകാലം നടിയെന്നാണ്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് സെയ്തൂൻ സൊറബറ. നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ ഒരാളെ ഈ ഒരു വ്യക്തി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം മോശമായി പോകും. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൗണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ്, പാട്ട് എല്ലാം കൊണ്ട് RJ മീര. That feels so nice to hear. RJ മീര എന്ന് പറയണ കേൾക്കാൻ നല്ല സുഖമുണ്ട്. അല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ RJ മീര എന്ന് പറയുന്ന ആ ഒരു RJക്ക് UAE ഭയങ്കര ഒരു പ്രസക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും. That's so nice to know. വെൽക്കം ടു ആ ഷോ. Thank you so much. My pleasure. സൊറബറ എന്താണെന്നറിയോ? സൊറബറ എന്നാ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുക, അതല്ലേ? യെസ്, ആണല്ലോ. ആണ്. സൊറ പറയാറുണ്ടോ? ഞാൻ എല്ലാവരോടും സൊറ പറയാറുണ്ട്. ഡെയിലി സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ റേഡിയോയില്. അല്ല, നിങ്ങൾ റേഡിയോയെ കുറിച്ച് പറയുമ്പോൾ റേഡിയോയില് ഇറ്റ്സ് വെരി ഹെക്ടിക്, റൈറ്റ്? ഇറ്റ് ക്യാൻ ഗെറ്റ് ഹെക്ടിക്. പക്ഷേ ആ ടൈം ദാറ്റ് യു ആർ ഓൺ എയർ, റൈറ്റ്, ദാറ്റ് ഇസ് സംതിങ് ഐ ലവ്. ലൈക്ക് ആസ് സൂൺ ആസ് നമ്മൾ ഫേഡർ പൊക്കി മൈക്കിൽ സംസാരിക്കുന്ന ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നിങ്ങളെ പല ഇൻ്റർവ്യൂസും ഞാനിങ്ങനെ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ വരുന്നിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാഷ്വലി എല്ലാം ഒന്ന് കാണണ്ടേ, അറിയണ്ടേ ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണ്. നിങ്ങളെല്ലാവിടെയും നിങ്ങളുടെ ഈ ഒരു കരിയറിൽ ഇവിടം വരെ എത്തിയത് നിങ്ങൾ സിനിമയിലുണ്ടായിരുന്നു അല്ല? ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇനി ഇല്ലാന്നല്ല, അല്ലല്ല, ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞു. എന്റെ അച്ഛനൊക്കെ പറയുന്ന പഴയകാലം നടിയെന്നാണ്. അപ്പൊ ആ ടോപ്പിക് എന്തായാലും എടുത്ത് പറയണം. അപ്പൊ നിങ്ങൾ സിനിമയിലുണ്ടായിരുന്നു, നിങ്ങൾ RJ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും പറയുന്നൊരു കാര്യം പാട്ടിനെ കുറിച്ചാണ്, അല്ലേ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യം അറിയണം, ഈ പാട്ടിനെ കുറിച്ച്. പാട്ട് ബേസിക്കലി എൻ്റെ അച്ഛൻ്റെ അമ്മ പാട്ട് ടീച്ചറായിരുന്നു. ചാലക്കുടി സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്കത് കിട്ടിയത്. എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ മുത്തശ്ശിയാണ്. അതിനുശേഷം ഞാൻ കുറേ പേരുടെ അടുത്ത് നിന്ന് പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ദുബായിക്ക് മാറുന്നതിൻ്റെ മുമ്പ് വരെ ഞാൻ അവിടെ എൻ്റെ പാട്ട് സാർ PR പ്രകാശ് എന്ന് പറഞ്ഞ പാട്ട് സാറിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കുമായിരുന്നു. ലൈക്ക് ഈവൻ വെൻ ഐ വാസ് ഡൂയിങ് മൂവീസ്, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിലെങ്കിലും പാടണം എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണി കണ്ട കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ സ്കൂളിലത്തെ കോമ്പറ്റീഷൻ മാത്രമല്ല, നമുക്ക് ഈ അവിടുത്തെ ചില സംഘടനകളുടെ കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ പാട്ടിൽ നിന്ന് നിങ്ങൾ, ഞാൻ തോന്നുന്നു അതിനുശേഷം സിനിമയിലേക്കാണ് അതെ ആ ഒരു ചൂട് വെച്ചത്. അതെ ശരിക്കും അല്ല, പാട്ടിൽ നിന്ന് അവതാരികയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിഷന് പോയി പാട്ട് പാടിയപ്പോൾ അവർ പറഞ്ഞു പാട്ട് പാടണ്ട, വന്ന് അവതരിപ്പിച്ചാൽ മതി. അതെന്താ അങ്ങനെ പറഞ്ഞു? ബിക്കോസ് പാട്ട് അത്ര നല്ലതായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇല്ല, ആ സമയത്ത് പിന്നെ ഞാൻ മറ്റേ മെയിൻ ഓഡിഷൻ ഉണ്ടല്ലോ, നമ്മുടെ സെറ്റിൽ നടക്കുന്ന ഓഡിഷൻ, അവിടെ ഞാൻ അവതാരികയായിട്ട് പോയി കഴിഞ്ഞ് അവരുടെയൊക്കെ പാട്ട് കേട്ടപ്പോഴാണ് എൻ്റെ ദൈവമേ ഇത്രയും നന്നായി പാടുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. ബിക്കോസ് സ്കൂളിലൊക്കെ ഞാനാണ് ആസ്ഥാന ഗായിക, മനസ്സിലായോ? അതെ, മിക്ക കോമ്പറ്റീഷൻസിന് പോവും, പ്രൈസ് കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതൊക്കെ ഒരു എൻകറേജ്മെന്റ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഏത് പാട്ട് പാടിയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയത്? എനിക്ക് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഏതെങ്കിലും 2 വരി വെറുതെ? അയ്യോ, അന്ന് പാടിയ പാട്ടോ എനിക്ക് ഞാൻ ഫസ്റ്റ് അടിച്ചൊരു പാട്ടുണ്ട്. ആണോ? ഞാൻ ഫസ്റ്റ് അടിച്ചൊരു പാട്ട്. അതേത് പാട്ടായിരുന്നു? അരെ ചോട്ടാ ബച്ചാ ജാൻ കെ നാ കോയി ആങ്ക് ദിഖാനാ റേ.
നന്നായി പാടുന്നുണ്ട്. അല്ല ഞാൻ അതിനു വേണ്ടിയല്ല, ഞാൻ പറഞ്ഞ ഈ പാട്ട് പാടിയിട്ടാണ് ഞാൻ. പക്ഷെ ഞാൻ ഹിന്ദി പാട്ടൊന്നും പാടിയിട്ടില്ല കേട്ടോ. നമ്മൾ മറ്റേ മലയാളം പാട്ടുകൾ ഒക്കെ പാടിയിട്ടാണ്. അയ്യോ എനിക്ക് ഓർമ്മയില്ല ആ പാട്ട്, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാം. ധീര സമീരേ യമുനാ തീരേ തേടുന്നു ഞാനൊരു രാധ, കണ്ണാ തേടുന്നു ഞാനൊരു വിരഹിണി രാധ. അങ്ങനെ ഒരു പാട്ടായിരുന്നു. അല്ലേ ഈ പാട്ട് കേട്ടിട്ടാണോ നിങ്ങള് അന്ന്? അല്ല, ഇത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ പാട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈഫ് മ്യൂസിക് കോമ്പറ്റീഷന് പാടി ഫസ്റ്റ് കിട്ടിയ പാട്ടായിരുന്നു. പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ ദ സോങ് ഐ സാങ് ഫോർ ദി ഓഡിഷൻ ഓർ നോട്ട്, സീരിയസ്ലി. ഞാൻ പണ്ട് മറ്റേ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷോനൊക്കെ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും കൊണ്ടുപോയിരുന്നു എൻ്റെ അമ്മ. അതൊരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കില്ലേ? ചെറുപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞ ആദ്യം മുതലേ നല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാനൊരു സ്റ്റേജിൽ ഗാനമേളയ്ക്ക് പാടുന്നത്. അങ്ങനത്തെ ഒരുപാട് സ്റ്റേജസിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഗാനമേളയ്ക്ക് പാടുമ്പോൾ ഞാൻ എൻ്റെ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് പാടുന്നത്. ബിക്കോസ് ചുണ്ടൊക്കെ വിറയ്ക്കുക, കാൽമുട്ട് വിറയ്ക്കുക, അങ്ങനെ പേടിച്ചിട്ടാണ്. അതെ, ചുണ്ടൊക്കെ വിറയ്ക്കുക, എനിക്ക് പാടാൻ പറ്റണില്ല, മനസ്സിലായോ? അങ്ങനെ ഞാൻ പേടിച്ചിരുന്ന ഒരു കുട്ടിയാണ്. എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഒരു അവതാരിക? ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, ഞാൻ തീരെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പണ്ട് ഈ പാട്ട് പാടാനൊക്കെ പോകുമ്പം ഒരുപാട് ഷോസിൽ പോയിട്ടുണ്ട് പാട്ട് പാടാനായിട്ട്. ഇപ്പോൾ പണ്ട് മറ്റേ ജീവൻ TV എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ TV-യിൽ ഒരു വോയിസ് 2005 അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ഐ വാസ് ദെയർ ടിൽ സെമി ഫൈനൽ ഓർ സംതിങ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ടുകൾ പഠിക്കാൻ പോയിരുന്നു. വോക്കൽ ട്രെയിനിങ്ങിനൊരു ക്ലാസ്, ലൈറ്റ് മ്യൂസിക്കിനൊരു ക്ലാസ്, ക്ലാസിക്കൽ സംഗീതത്തിന് വേറെ ക്ലാസ്, അങ്ങനെയൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിത്തമുണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ സിസ്റ്റർ വനിതാ രത്നം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്തോ കൂടെ പോയി, ഐ റിയലി ഡോണ്ട് റിമെമ്പർ, പക്ഷെ ഞാനെന്തോ കൂടെ പോയി. അപ്പോൾ എന്നെ അവിടെ ഈ ബാക്ക് സ്റ്റേജിൽ നമ്മൾ ഒരു ആളെ വേണം ആങ്കർ ചെയ്യാനായിട്ട്, വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ കാണാതെ ബാക്ക് സ്റ്റേജ്, ആസ് എൻ നോട്ട് ഓൺ ദ സ്റ്റേജ്. ഓൺ ദ സ്റ്റേജ് ഐ തിങ്ക് ഇറ്റ് വാസ് കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ചെസ് നമ്പർ 201 എന്നൊക്കെ വിളിക്കും. അല്ലല്ല, പെർഫോമൻസ് കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിക്കില്ലേ? അപ്പൊ ആ ഒരു സംഭവം ആങ്കർ ചെയ്യാനായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ വേറെ ചാനലിൽ ഈ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻ വന്നപ്പോൾ ഓഡിഷന് പോയി. ഓഡിഷൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഇപ്പോൾ മറ്റേ അമൃത TV-യിൽ പരിപാടി ചെയ്യുന്ന കുട്ടിയല്ലേ, വന്നോളൂ, അതുപോലത്തെ തന്നെ പരിപാടി ഇവിടെ ഉണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അങ്ങനെയാണ്. ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് കൂടി? ഇല്ല, കോൺഫിഡൻസ് ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ, അതല്ലേ ഞാൻ പറഞ്ഞ, ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോർട്ട് ഓഫ് ഇൻസെക്യൂർ ഓൾസോ. ലൈക്ക് ഞാൻ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്ക് തന്നെ ഒരു അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും ഇപ്പോൾ TV-യിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വെയിറ്റ് ഫോർ പീപ്പിൾ ടു ടെൽ മീ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നന്നാക്കണ്ടേ, അതൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അത് കേൾക്കാനായിട്ട് ഐ യൂസ് ടു ഈഗർലി വെയിറ്റ് ഫോർ ദാറ്റ്. അമ്മയായിരുന്നു ഏറ്റവും വലിയ ക്രിട്ടിക്. നീ അവിടെ മുടി അങ്ങനെ കെട്ടിയത് ശരിയായില്ല, നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, സംസാരത്തിന്റെ ഇടയ്ക്ക് ഇത്ര ചിരി വേണ്ട, ഇതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അവ ശരിക്കും പറഞ്ഞ അമ്മയെ കുറിച്ച് തന്നെ ഞങ്ങള് ഒരു കട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അമ്മയെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു നിലയിൽ എത്താൻ വേണ്ടി നിങ്ങളെ വലിയൊരു ഭാഗം തന്നെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ സ്റ്റാർ സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെ ഗസ്റ്റായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് വരും. അപ്പോൾ ചില സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റിലെ തന്നെ ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, ഇന്ന ഡയറക്ടർ വന്നപ്പോൾ ചോദിച്ചു മീരയ്ക്ക് ഇതുപോലെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള പോലെ ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചാനലിൽ ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടെലിഫിലിം എന്നാണ് അന്ന് പറയുക, ഷോർട്ട് ഫിലിംസ്. അപ്പോൾ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതോടെ ഞാൻ അഭിനയം എന്നുള്ള മോഹം എൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞു, ദൂരെ പോയി, എനിക്ക് മതിയായി. ബിക്കോസ് അതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, എന്നെക്കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത അത്രയും ഒരു ക്യാരക്ടർ
ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കരമായി വഴക്ക് പറയുന്ന ഒരു ഡയറക്ടർ. ഭയങ്കര വഴക്ക് പറയുന്ന ഒരു ഡയറക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇനി ആരെന്ത് വിളിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അഭിനയിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അഭിനയം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്താണ് നമ്മളെ തേടി ഓപ്പർച്യൂണിറ്റീസ് എത്തുക എന്നുള്ളത് നമ്മൾ പറയില്ലേ. അപ്പം അതേപോലെയാണ് ഈ പറയുന്ന പോലെ ഡയറക്ടേഴ്സ് വരുന്നു, ഏഷ്യനെറ്റിൻ്റെ അവരുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കിപ്പോൾ വേണ്ട, ആ മറ്റേ സ്കാറായിട്ട് കിടക്കുകയാണ് ഉള്ളിൽ, മനസ്സിലായോ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദിസ് ഓഫർ കെയിം ഇൻ ആൻഡ് മുല്ല എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ, അത് പൂർണിമ ചേച്ചിയാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്. ബിക്കോസ് പൂർണിമ ചേച്ചിയായിട്ട് നമുക്ക് ഈ വനിതാ രത്നം ചെയ്തിട്ടുള്ള, വനിതാ രത്നത്തിലെ ജഡ്ജായിരുന്നു പൂർണിമ ചേച്ചി. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ പൂർണിമ ചേച്ചി അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. ആൻഡ് ഷീ വാസ് ലൈക്ക്, ഇത് വലിയൊരു ഓഫറാണ്, ലാൽ ജോസ് ഇസ് ദ ഡയറക്ടർ, ദിലീപ് ഏട്ടൻ ഇസ് എ ഹീറോ ആൻഡ് ദേ വോണ്ട് യു ആസ് എ ഹീറോയിൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്, ഇന്ന ഹോട്ടലിൽ ഉണ്ടാകും, ഒന്ന് പോയി കാണൂ. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം, സ്കൂള് കഴിഞ്ഞ് അപ്പോൾ നമ്മളുടെ എന്തോ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്ന എന്തോ സമയമാണ്. അപ്പം ഞാൻ അതിൻ്റെ ലൈക്ക് വോളണ്ടിയർ ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു ടൈം, ഓടി നടന്ന് അതേ മറ്റേ വേർത്ത് കുളിച്ച് മറ്റേ യൂണിഫോമിൽ തന്നെയാണ് ഞാൻ സാറിനെ കാണാൻ പോകുന്നത്. സാറിനെ കാണാൻ പോയി. ഐ ഡോണ്ട് ഹാവ് ദിസ് തിങ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു മീറ്റ് ദിസ് പേഴ്സൺ ഹൂസ് എ ലെജൻഡറി ഫിലിം മേക്കർ. ഒന്നും മനസ്സിലില്ല. അച്ഛൻ സ്കൂട്ടറിൽ പോകുന്നു, ഞാൻ അതിൻ്റെ അച്ഛൻ്റെ പുറകെ ഇരുന്നിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. പിന്നെ സാറിനെ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മേക്കപ്പ് ടെസ്റ്റൊക്കെ ചെയ്തു, 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ലേറ്റർ ഓൺ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആർ യു ഷുവർ യു വോണ്ട് ടു ഡു ദിസ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, കാര്യം ഇന്ന് ഇത് ചെയ്താൽ നാളെ മുതൽ ലൈഫ് ഇസ് ഗോയിങ് ടു ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ഡു യു റിയലി വോണ്ട് ടു ഡു ദിസ്? സോ അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എന്താണെങ്കിലും ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞു അതെ, ഞാനിപ്പോൾ എന്താണെങ്കിലും ഓക്കെയാ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്, ദാറ്റ്സ് ഹൗ മുല്ല ഓൾസോ ഹാപ്പൻഡ്. അതിനുശേഷമാണോ നമ്മുടെ പുതിയ മുഖം? അതിനുശേഷം അപ്പം അവിടെ തൊട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊക്കെ എൻ്റെ സമയത്തൊക്കെ ഞാൻ പുതിയ മുഖമാണ് എൻ്റെ ഓർമ്മയിൽ, എൻ്റെ സമയത്ത്. ബിക്കോസ് ഒബ്വിയസ്ലി ആ ഒരു സമയത്ത് ഒരു ഹീറോ, പുതിയ മുഖം എപ്പോഴും നമ്മുടെ ഇപ്പത്തെ പ്ലേലിസ്റ്റ് ഒക്കെ വേറെ, അന്നത്തെ പ്ലേലിസ്റ്റ് പുതിയ മുഖം, ബൈക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. സോ ഈ ഒരു സമയത്താണ് നിങ്ങൾ കൂടുതൽ, ഞാൻ തോന്നുന്നു, ആക്ട്രസ് ലെവലിലേക്ക് നിങ്ങൾ പോകുന്നത്, ബാക്ക് ടു ബാക്ക് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും. ആ സമയത്ത് RJ-യിലേക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഈ എനിക്ക് തോന്നുന്നു പുതിയ മുഖമൊക്കെ ചെയ്യുന്ന സമയത്താണ് കേരളത്തിലും ഈ FM ഒരു കൾച്ചർ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി വരുന്നത്. അപ്പോൾ റേഡിയോ സ്റ്റേഷൻസിലേക്ക് പോകുന്നു, ഇൻ്റർവ്യൂസ് ചെയ്യുന്നു. ട്രെൻഡിങ് ഇൻ കേരള. റേഡിയോ സ്റ്റേഷൻസിലേക്ക് പോകുന്നു, നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവരെ ഇങ്ങനെ ഈ റേഡിയോ ചെയ്യുന്ന ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന RJ-നെ ഞാനിങ്ങനെ വല്ലാണ്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് വണ്ടേർഡ്, അവർ എത്ര ഈസോടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർ സിസ്റ്റം നോക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ദെൻ later on when I got an offer from here, I thought, okay, why not try this also? ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പാട്ട് ട്രൈ ചെയ്തു, അവതാരികയായി ട്രൈ ചെയ്തു, അഭിനയം ട്രൈ ചെയ്തു. അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ റേഡിയോ ജോക്കി എന്ന നിലയിൽ നിങ്ങൾ UAE-ലിരുന്ന് ഏറ്റവും ദ സിറ്റി ഓഫ് ഡ്രീംസ് ആണ് ആക്ച്വലി. നിങ്ങൾ ഇവിടെ നിന്ന് പലവരുടെയും സ്വപ്നങ്ങൾ കേൾക്കുകയാണ്, പലവരുടെയും സ്വപ്നങ്ങൾ കാണുകയാണ്. നിങ്ങൾ ആ ഒരു നിലയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 100% സക്സസ് റേഷ്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ I'll tell you one thing that I absolutely love about being a radio jockey in a place like Dubai. You can see both sides of Dubai, right? Yes. അങ്ങനത്തെ ബോത്ത് സൈഡ് ക്ലിയർലി കാണാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് റേഡിയോ ജോക്കി എന്ന് പറയുന്നത്. ബിക്കോസ് വി ഹാവ് ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ക്യാമ്പയിൻസ്. ഇപ്പം ഈദിന്
നമ്മൾ കുറേ പേരെ നാട്ടിലേക്ക് വർഷങ്ങളായി നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ വി ഗിവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് സെലിബ്രേറ്റ് ഈദ് ഇൻ ഇൻ ദ ഹോം ടൗൺസ്. അപ്പം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ കാണുന്നുണ്ട്. വി സീ റിയൽ പീപ്പിൾ ആസ് വെൽ. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കഷ്ടപ്പാടും പലവരും ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായാലും നമ്മളുടെ അടുത്തും സംസാരിക്കാറുണ്ട്. ഒരുപാട് പേര് ഓണെയറിൽ വിളിച്ച് സംസാരിക്കുന്നവരും ഒക്കെ അതുപോലത്തെ അയ്യോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് നമ്മൾ ആസ് റേഡിയോ പ്രസൻറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നത് വി ആർ ലെൻഡിങ് അവർ ഇയേഴ്സ് ആൻഡ് വി ആർ ലെറ്റിംഗ് ദം ടോക്ക് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ, നോട്ട് ഓൺലി ജസ്റ്റ് അസ്, റൈറ്റ്? അവർ സംസാരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അവരെ ഒന്നില്ലെങ്കിൽ സമാധാനിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഹോപ്പ് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കുക. ഈ ഹോപ്പ് എന്ന് പറയുന്ന വിഷയമാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹോപ്പ് ആൻഡ് പീസ്, അല്ലേ? ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതം എന്താണല്ലേ? അപ്പം ഞാൻ അതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ എൻജോയിങ് ഇറ്റ്. അബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് ആർജെ ഞാൻ നിങ്ങളത് പറയുമ്പോൾ തന്നെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്നെ വിളിക്കൂ എന്നൊരു ഹോപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത്, അല്ലേ? അതെ. സോ നിങ്ങളിപ്പോൾ മൂവീസ് കംപ്ലീറ്റ്ലി വിട്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ഓവറായിട്ട് കംഫർട്ടബിൾ ആയി ഇവിടെ, മനസ്സിലായോ? എൻ്റെ ജോലി കാര്യങ്ങൾ റേഡിയോ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നാട്ടിൽ ചെന്ന് യാത്ര, അങ്ങോട്ട് പോകണം, ഇന്ന് കാസർഗോഡ്, മറ്റന്നാ ട്രിവാൻഡ്രം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടു മച്ച് ഓഫ് ട്രാവൽ, മനസ്സിലായോ? അതെ. അപ്പം അതുകൊണ്ട് മാത്രം ഐ മീൻ ഇഫ് സംബഡി കോൾസ് മീ ഐ എം ഹാപ്പി ടു. നിങ്ങൾ അറിയിച്ചാണ്, ആരും വിളിക്കുന്നില്ലേ? വിളിക്കാതിരിക്കില്ലല്ലോ. സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ വരും. അങ്ങനെ പണ്ടത്തെ പോലെ എപ്പോഴും വരാറില്ല, ഇടയ്ക്കൊക്കെ വരും. സോ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഷീ ഈസ് റെഡി, വി നീഡ് ഹർ. അങ്ങനെ പറഞ്ഞിപ്പോ ട്രോൾ ഏറ്റു വാങ്ങാൻ എനിക്ക് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അയ്യോ അല്ലല്ല. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം നിങ്ങൾ ആക്റ്റീവായത് സ്കൂളിലാണ്. സ്കൂളിൽ എന്തെങ്കിലും ഒരു മെമ്മറീസ് നിങ്ങൾ ഇപ്പോഴും ഓർത്ത് ചിരിച്ച് ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. എനിക്കിപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. കാര്യം സ്കൂളെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈമാണ്. എൻ്റെ സ്കൂളിലുള്ള സുഹൃത്തുക്കളുടെ കൂടെയുള്ള സമയം. ഇപ്പോൾ രാവിലെ ഞാൻ 11th 12th എപ്പോഴും ഞാൻ രാവിലെ ചെന്ന് ബാഗ് ക്ലാസ്സിൽ വെക്കും, നേരെ കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ പോവും, പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യും. നമ്മളുടെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ ഫസ്റ്റ് 2 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈവൻ ഇഫ് ദേ ഡോണ്ട് കോൾ മീ ഐ വിൽ ഗോ, ഐ എം ദെയർ, ഓക്കെ? എന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാറുണ്ട് എപ്പോഴും. അപ്പോൾ ആ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ എക്സാംസ് എന്ന് പറയണത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അല്ലാത്ത സമയം ദ ടൈം ദാറ്റ് ഐ സ്പെൻഡ് വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ് സ്കൂളിലുള്ളപ്പോൾ അതൊക്കെ ഐ സ്റ്റിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ചെറിഷ് ഈച്ച് ആൻഡ് എവറി എന്താ പറയുക മെമ്മറി. ഭയങ്കര വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ഐ സെഡ്, ഹൗ ക്രൂഷ്യൽ ഡു യു തിങ്ക് എസ്പെഷ്യലി ഇൻ ദിസ് ജനറേഷൻ? ഞാൻ പല ആൾക്കാരും കപ്പിൾസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലവരും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ അവർ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ, മോനെ കല്യാണം കഴിക്കേണ്ട, ജീവിതം ഇല്ലാതോ. ഈ ഒരു ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം. ശരി. സോ ദെയർ മൈറ്റ് ബി അതർ ടോക്സിക് റിലേഷൻഷിപ്സ്, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതേപോലെ ചെയ്തിട്ട് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നും, കല്യാണമൊന്നും വേണ്ട, സോളോ ആയിട്ട് ജീവിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുക, ബാച്ചിലറായി ജീവിക്കുക, ഇങ്ങനെയുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇഫ് സംബഡി വാണ്ട്സ് ടു ഗെറ്റ് മാരിഡ്, ലെറ്റ് ദം ഗെറ്റ് മാരിഡ്. ഇഫ് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരിഡ് ആൻഡ് ലിവ് എ സിംഗിൾ ലൈഫ്, ലെറ്റ് ദം ബി.
അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് തന്നെ ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഐ സേ ഇസ് നോട്ട് കൺഗ്രാജുലേഷൻസ്, ഫസ്റ്റ് തിങ് ഐ ആസ്ക് ദെം ഇസ് ആർ യു റെഡി ഫോർ ദിസ്. അതാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാൻ തീരെ കല്യാണം കഴിക്കാൻ റെഡി അല്ലാതിരുന്ന സമയത്താണ് ആക്ച്വലി റെഡി അല്ലാതിരുന്ന സമയത്തെന്നല്ല, ഞാൻ വിചാരിച്ചില്ല എനിക്ക് പറ്റുന്നൊരു ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ആൻഡ് ആ സമയത്താണ് ശ്രീജു ഹാപ്പൻഡ്. അങ്ങനെ ഒരാൾ റെഡി ആകുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് ബിക്കോസ് ഓഫ് നമ്മുടെ ഫാമിലി പ്രഷർ ചെയ്യുന്നു, നമ്മളുടെ ഫ്രണ്ട്സ് പ്രഷർ ചെയ്യുന്നു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിഞ്ഞു, നമ്മൾ മാത്രം കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണം, അങ്ങനെയൊന്നും അല്ല. യു ഹാവ് ടു ബി റെഡി. യു ഹാവ് ടു ബി മെൻ്റലി റെഡി ടു ഗെറ്റ് മാരിഡ് ബിക്കോസ് ദാറ്റ് ഇസ് യുവർ ലൈഫ് ഫോർവേഡ്. മനസ്സിലായോ? അതുകൊണ്ട് ദാറ്റ്സ് എ ബിഗ് ഡിസിഷൻ. യു ജസ്റ്റ് ലെറ്റ് ദെം ബി എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എവറി ഡേ വാട്ട് വുഡ് യു ഹാവ്? ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്? നല്ല ദോശ, ക്രിസ്പി ആയിട്ടുള്ള ദോശ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചട്നി ആൻഡ് സാമ്പാർ. നിങ്ങളൊരു മലബാർ ഫ്രണ്ട്സ് വെച്ചിട്ട് നിങ്ങൾ ദോശ സെലക്ട് ചെയ്തത് എനിക്ക് അതിശയം. നോ, ഐ ലവ് ബിരിയാണി. ഐ ആബ്സല്യൂട്ട്ലി ലവ് ബിരിയാണി. ഐ ലവ് മറ്റേ നമ്മുടെ പൊരിച്ച ചിക്കൻ ഫ്രൈയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ആരും കഴിക്കില്ലല്ലോ. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നല്ലേ പറഞ്ഞത്? എല്ലാ ദിവസവും ബിരിയാണി എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, ഫിദ എന്ന് പറഞ്ഞിട്ട്, ഷീ ഈസ് ആക്ച്വലി ഫ്രം തലശ്ശേരി ആൻഡ് ഹർ മം ഓൾസോ കുക്സ് റിയലി ഗുഡ് ബിരിയാണി. സോ ആൻഡ് ദേ ആർ ഇൻ അലൈൻ. പുള്ളിക്കാരി എപ്പോഴെങ്കിലും അലൈനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ ഓൺലി ആസ്ക് ഹർ ടു ബ്രിങ് ബാക്ക് ഹർ മംസ് ഫുഡ് ഫോർ മീ ആൻഡ് ഷീ ആക്ച്വലി പാക്സ് ഫുഡ് ഫോർ മീ ആൻഡ് ബ്രിങ്. ഗായ്സ്, നമ്മുടെ അടുത്ത എക്സൈറ്റിംഗ് റൗണ്ടിലേക്ക് സ്വീപ്പോ സ്വീപ്പ്. എന്താണ് ഈ സ്വീപ്പോ സ്വീപ്പ്? സ്വീപ്പാക്ക, ഞാൻ നിങ്ങൾ സ്വീപ്പാക്കും. നിങ്ങൾ മലബാർ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ടിംഗ് ഓർ ആർജെയിങ്? ആർജെയിങ്. മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ? നൈറ്റ് ഷോ. ഒരു റോള് നിങ്ങൾക്ക് സിനിമയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്? വില്ലൻ. ഡൺ സംതിങ് ലൈക്ക് ദാറ്റ്. മറ്റേ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ്ങർ വേർഷൻ മേ ബി. നിങ്ങൾ ട്രാവൽ ഫ്രീ കാണും? ഐ ലവ് ട്രാവൽ. ഡ്രീം ഡെസ്റ്റിനേഷൻ? നമ്മൾക്കൊരു ഹണിമൂണിന് പോകണം. ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ല നമ്മള്. What is this? We needed Sorabara to mention this. Okay, so നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടോ? ഐ വോണ്ട് ടു ബി ഇൻവിസിബിൾ. ആരായിരുന്നു ഇതേ സാധനം പറഞ്ഞത്? ആസിഫ് ഖാൻ. ആണോ? യെസ്. അയ്യോ, ഐ വാണ്ട് ടു ബി സൂപ്പർ ഹീറോ. നിങ്ങൾ ഒരു സ്ക്രീന് ഏറ്റവും ഒരു ഡ്രീം ആക്ടറായി ആരായിട്ടാണ് ഷെയർ ചെയ്യാൻ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ? പങ്കജ് ത്രിപാഠി. ആരും അങ്ങനൊരു പേര് മിക്കവാറും ചിന്തിക്കില്ല അല്ലേ? പെട്ടെന്ന്. I love him. ഏറ്റവും നല്ല കോംപ്ലിമെന്റ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? Whenever somebody comes and say, "Oh, I listen to your show," that I consider that as a compliment. നിങ്ങളുടെ ഗിൽറ്റി പ്ലഷർ ഫുഡ് എന്താണ്? എല്ലാം. I love food. Anything that is tasty is actually guilty pleasure for me. എല്ലാം. ബിക്കോസ് ഞാൻ എന്തെങ്കിലും മണത്താൽ തന്നെ തടി വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ദുബായിൽ നിന്ന് വെള്ളം കുടിച്ചാൽ തടിക്കും. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആഫ്റ്റർ സം ടൈം നമ്മളുടെ വയസ്സാവുമ്പോ പ്രായം വെക്കുമ്പോൾ ഡൈജഷന്റെ. അതെ 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 അതെ. ഒരു സമയത്ത് ഞാൻ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും ബുക്കോ മൂവിയോ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? പ്രോബ്ലി സീക്രട്ട് എന്ന് പറയുന്ന ബുക്കില്ലേ, അത് കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ലിപ് ബാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, വാട്ട്സ് നെക്സ്റ്റ് ഫോർ മീര നന്ദൻ? What's next? Come on. Just to have a peaceful life. Great. Yeah. And last but not the least, few words about our show Sorabara. It was wonderful being here. നല്ല ഒരു പോസിറ്റീവ് വൈബുള്ള, അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റട്ടെ, പോസിറ്റീവായിട്ടുള്ളൊരു ഷോ ആണ്. ഇനിയും ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് താങ്കളുമായി സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ.
കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഇറ്റ്സ് എൻ ഓണർ ടു ഹാവ് യു ഹിയർ. താങ്ക് യു. ജോയ്ഡ്. കുറേ പേര് ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേട്ട് അവരുടെ സ്വപ്നങ്ങളിൽ അയ്യോ, നല്ല കാര്യങ്ങൾ കേട്ട് അവരുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് കാഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കാഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് പലവരും അത് എടുത്ത് ഒരു പ്രചോദനമൊക്കെ ആക്കി മാറ്റി ഒരു ആർജി ആവാൻ ശ്രമിക്കുന്നത്. ചിരിക്കുന്ന കാര്യം വേറെ ആരും ആർജി ആവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അങ്ങനെയല്ല. ഈ ആർജി ആവാൻ ഇഷ്ടമുള്ളവർ ആർജി ആവും അല്ലേ? ഇങ്ങനെ ഷോ നടത്താനാണ് ഷോ നടത്തും. ബട്ട് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് an amazing താങ്ക് യു സുബിൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.